എല്ലാവർക്കും നമസ്കാരം. KSEBയുടെ ACD അഡീഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ വാർത്തകൾ കഴിഞ്ഞ ദിവസം ഉണ്ടാകുകയുണ്ടായി. ചില ഓൺലൈൻ ചാനലുകളൊക്കെ ഈ ACDയെ വളരെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ACD എന്ന് പറയുമ്പോൾ അഡീഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, നമ്മുടെ കറണ്ട് ഉപഭോക്താവിന് KSEB നൽകുന്നത് അഡ്വാൻസ് ആയിട്ട് നൽകുകയാണ്. നമുക്കറിയാം, 2 മാസം നമ്മൾ ഉപയോഗിച്ച വൈദ്യുതിയുടെ ബില്ല് 2 മാസത്തിന് ശേഷമാണ് നമുക്ക് നൽകുന്നത്. അത് അടയ്ക്കുമ്പോൾ ഏതാണ്ട് 3 മാസം ആയി മാറുന്നു. അതായത് 3 മാസം കഴിഞ്ഞ് അടയ്ക്കാത്ത ഒരു വ്യക്തിയുടെയാണ് ഫ്യൂസ് ഊരുക എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 3 മാസത്തെ തുക, ഒരു ഉപഭോക്താവിന്റെ 3 മാസത്തെ തുകയാണ് ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങുന്നത്. ഇത് കണക്കാക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആകെ ഉപയോഗിക്കുന്ന 12 മാസം ആകെ ഉപയോഗിക്കുന്ന യൂണിറ്റ് കണക്കാക്കിയിട്ട് ആ യൂണിറ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മാസത്തെ യൂണിറ്റ് നമുക്ക് ലഭിക്കും. ആ യൂണിറ്റിന്റെ തുക, ആ ഒരു മാസത്തെ യൂണിറ്റിന്റെ തുകയെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. 3 മാസത്തെ തുക. ഈ തുകയാണ് ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് ആയിട്ട് പണം നൽകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, ഒരാളുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് 3000 രൂപയാണ് അയാൾക്ക് ഡെപ്പോസിറ്റ് വേണ്ടത് ഇങ്ങനെ കണക്കാക്കുമ്പോൾ. എന്നാൽ നിലവിൽ അയാൾക്ക് 2000 രൂപ മാത്രമേ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഉള്ളൂ എങ്കിൽ 1000 രൂപയും കൂടെ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട്, ഇത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ നിലവില് 4000 രൂപ ഡെപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് 3000 രൂപയെ ആവശ്യമുള്ളൂ എങ്കിൽ 1000 രൂപ KSEB തിരികെ നൽകും. അതുപോലെ തന്നെ നിലവിലുള്ള ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബില്ലിലെ ഏറ്റവും താഴെയായിട്ട് അഡ്വാൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ തന്നിരിക്കുന്ന അഡ്വാൻസ് എന്ന് പറഞ്ഞ് നമുക്ക് തിരികെ നൽകിയിരിക്കുന്നത് നിലവിലുള്ള ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ്. ഓരോ വർഷവും വൈദ്യുതി ഉപയോഗത്തിൽ വർധനവ് വന്നവർക്കാണ് ഡെപ്പോസിറ്റ് കൂടുന്നത്. എന്നാൽ ഈ വർധനവില്ലാതെ ബാലൻസിംഗ് ആയിട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് നിലവിലുള്ള ഡെപ്പോസിറ്റ് അധികമാണെങ്കിൽ അത് തിരിച്ചു നൽകും. ഇതാണ് ACDയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ഇതിന് തെറ്റായിട്ടുള്ള ഒരു വിവരണം നൽകി പല ഉപഭോക്താക്കളെയും കബളിപ്പിക്കുന്ന മെസ്സേജുകൾ വരുന്നുണ്ട്. ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ 3 മാസത്തെ തുക നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ 3 മാസത്തിന് ശേഷം ഈ പൈസ അടച്ചില്ല എങ്കിൽ ആ ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡെപ്പോസിറ്റ് തുക അവിടെ കരുതുന്നത്. അപ്പോൾ ACDയുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ വളരെ കൃത്യമായിട്ട് പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്ന് അറിയിച്ചു.